വ്യഭിചരിക്കുന്ന, ദോഷം പ്രവർത്തിക്കുന്ന, തിന്മ ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തി എന്തോന്ന് കാണിച്ചപ്പോൾ നിങ്ങളുടെ ഒരു തലയിലൊന്നും കൈവച്ചപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ രോഗം മാറി. ഒരു സ്വാലിയായ വലിയ തലയിൽ കൈവച്ചപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ രോഗം മാറി. രണ്ടും സംഭവിച്ചൂടെ? സംഭവിക്കാം. രണ്ടിൻ്റെയും സോഴ്സ് രണ്ട്. ഒന്ന് ബ്ലാക്ക് മാജിക്കാണ്, ഒന്ന് കറാമത്താണ്. പ്രത്യക്ഷത്തിൽ ബ്ലാക്ക് മാജിക്കും കറാമത്തും ഒരുപോലെ തോന്നാം. ഒരു ബ്ലാക്ക് മജീഷ്യൻ തീയിലൂടെ നടക്കാം, ഒരു വലിയ തീയിലൂടെ നടക്കാം. ബ്ലാക്ക് മജീഷ്യൻ തീയിലൂടെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ പിന്നിൽ പിശാചിൻ്റെ സഹായമുണ്ട്. ഒരു വലിയ തീയിലൂടെ നടക്കുന്നത് ഇലാഹിയായ കറാമത്താണ്. രണ്ടിൻ്റെയും സോഴ്സ് രണ്ടാണ്. എന്നാൽ പ്രത്യക്ഷ കർമ്മം ഒന്നാണ്. തിരിഞ്ഞിട്ടില്ലെങ്കിൽ അഞ്ഞും പറഞ്ഞുതരാം. അതുകൊണ്ട് ഒരു കാര്യം നോക്കിയിട്ട് വിലയിരുത്തരുത്, ആ കാര്യത്തിൻ്റെ പിന്നിലുള്ള വ്യക്തിയെ നോക്കണം. ഇതും കൂടി നോക്കിയാൽ വിലയിരുത്താം. അത് വലിയ പാടാണ്. ലോകത്ത് രണ്ട് മാർഗങ്ങളേ ഉള്ളൂ. ഒന്ന് ഹക്കിൻ്റെ മാർഗവും ഒന്ന് ബാത്തിലിൻ്റെ മാർഗവും. ഹക്കിൻ്റെ മാർഗം എല്ലാം നബിയിൽ നിന്ന് ഉദയം ചെയ്തതാണ്. ഹക്ക് കൊണ്ട് ഒരു മനുഷ്യന് കറാമത്തുകൾ ഉണ്ടാവും, ബാത്തിൽ കൊണ്ട് ഒരാൾക്ക് പൈശാചിക സ്ഥിതി ഉണ്ടാവും. പ്രത്യക്ഷത്തിൽ രണ്ടും ഒന്നാണെന്ന് തോന്നാം, എന്നാൽ രണ്ടിൻ്റെയും സോഴ്സ് രണ്ടായതുകൊണ്ട് രണ്ടും രണ്ട് തന്നെയാണ്. തിരിഞ്ഞില്ല. ഒരു വലിയ മാനത്ത് പറക്കാം, ഒരു ബ്ലാക്ക് മാജിക് ചെയ്യുന്ന വ്യക്തിയും മാനത്ത് പറക്കാം. ഒരു ബ്ലാക്ക് മജീഷ്യൻ മാനത്ത് പറക്കാം. ഒരു ബ്ലാക്ക് മജീഷ്യൻ മാനത്ത് പറക്കാം, ഒരു വലിയ മാനത്ത് പറക്കാം. രണ്ടിൻ്റെയും സോഴ്സ് രണ്ടാണ്. ഒരാൾ ഹക്കിൽ നിന്ന് കിട്ടിയ ലാഭമാണ്, ഒരാൾ ബാത്തിൽ നിന്ന് കിട്ടിയ ലാഭമാണ്. എന്നാൽ പ്രത്യക്ഷീയത രണ്ടും ഒന്നാവും, എന്നാൽ രണ്ടും യഥാർത്ഥത്തിൽ രണ്ടാണ്. ഒരു വ്യക്തിയായ തമ്മാടിയായ ഒരു വ്യക്തി ചായ ഇല്ലടാ, ആരെൻ്റെ കൊട്ടരാഞ്ഞ ചായ, ചൂടുവെള്ളമെങ്കിലും കൊണ്ടുവരും. വ്യഭിചരിക്കുന്ന, ദോഷം പ്രവർത്തിക്കുന്ന, തിന്മ ചെയ്യുന്ന ഒരു വ്യക്തി, ആ വ്യക്തി എന്തോന്ന് കാണിച്ചപ്പോൾ നിങ്ങളുടെ ഒരു തലയിലൊന്നും കൈവച്ചപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ രോഗം മാറി. ഒരു സ്വാലിയായ വലിയ തലയിൽ കൈവച്ചപ്പോൾ നിങ്ങളുടെ കുട്ടിയുടെ രോഗം മാറി. രണ്ടും സംഭവിച്ചൂടെ? സംഭവിക്കാം. രണ്ടിൻ്റെയും സോഴ്സ് രണ്ട്. ഒന്ന് ബ്ലാക്ക് മാജിക്കാണ്, ഒന്ന് കറാമത്താണ്. പ്രത്യക്ഷത്തിൽ ബ്ലാക്ക് മാജിക്കും കറാമത്തും ഒരുപോലെ തോന്നാം. ഒരു ബ്ലാക്ക് മജീഷ്യൻ തീയിലൂടെ നടക്കാം, ഒരു വലിയ തീയിലൂടെ നടക്കാം. ബ്ലാക്ക് മജീഷ്യൻ തീയിലൂടെ നടക്കുന്നത് എന്തുകൊണ്ടാണ്? അതിൻ്റെ പിന്നിൽ പിശാചിൻ്റെ സഹായമുണ്ട്. ഒരു വലിയ തീയിലൂടെ നടക്കുന്നത് ഇലാഹിയായ കറാമത്താണ്. രണ്ടിൻ്റെയും സോഴ്സ് രണ്ടാണ്. എന്നാൽ പ്രത്യക്ഷ കർമ്മം ഒന്നാണ്. തിരിഞ്ഞിട്ടില്ലെങ്കിൽ അഞ്ഞും പറഞ്ഞുതരാം. അതുകൊണ്ട് ഒരു കാര്യം നോക്കിയിട്ട് വിലയിരുത്തരുത്, ആ കാര്യത്തിൻ്റെ പിന്നിലുള്ള വ്യക്തിയെ നോക്കണം. ഇതും കൂടി നോക്കിയാൽ വിലയിരുത്താം. അത് വലിയ പാടാണ്. ഈ ലോകം അവസാനിക്കാനായി. ഇനി ബ്ലാക്ക് മാജിക്കുകളുടെ കാലമാണ്. ബ്ലാക്ക് മാജിക്കുകളുടെ സുൽത്താൻ ആരാ? ബ്ലാക്ക് മാജിക്കുകളുടെ സുൽത്താൻ ആരാ? ദജ്ജാൽ. ഇനി വരാൻ പോകുന്ന ഏജ് ഓഫ് ദജ്ജാൽ, ദജ്ജാലിൻ്റെ കാലമാണ്. ദജ്ജാലിൻ്റെ കാലമാകുമ്പോൾ ദജ്ജാലിൻ്റെ സിദ്ധി അവർക്കുണ്ടാവും. യകൂനു ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂൻ. ആഖിർ സമാനിൽ കുറേ ദജ്ജാലുകൾ വരും. ദജ്ജാൽ എന്നാൽ അത്ഭുതകരമായ കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും, കളവ് പറയുകയും ചെയ്യും. പ്രപഞ്ചത്തിന് രണ്ട് പടച്ചവനുണ്ട് എന്ന് വാദിക്കുന്നത് കളവല്ലേ? അയാൾ ശുദ്ധനാണ്, അയാൾ വ്യഭിചരിക്കൂല, കള്ളും കുടിക്കൂല. പക്ഷേ അത് അയാളുടെ ഒരു വിളവാണ്. ഒരു ബ്ലാക്ക് മജീഷ്യൻ നല്ല രീതിയിൽ ജീവിക്കും, കളവ് പറയുകയും ചെയ്യും. ഈ കളവും ഇയാളുടെ ശുദ്ധമായ ജീവിതം കാരണമായിട്ട്, പ്രത്യക്ഷത്തിൽ ശുദ്ധമായ ജീവിതം കാരണമായിട്ട് ഈ കളവ് സത്യം ജനങ്ങൾ മനസ്സിലാക്കും. അതെന്നും അയാൾക്ക് പുലർത്താനൊന്നും കഴിയില്ല.
സൂക്ഷ്മമായി പഠിച്ചാൽ ഇയാൾ കള്ളനാണെന്ന് മനസ്സിലാവും. പക്ഷെ സൂക്ഷ്മമായി പഠിക്കണം. ജനങ്ങളെ പ്രത്യക്ഷം അങ്ങനെയല്ല. ജനങ്ങൾ എപ്പോഴും മുകൾ ഭാഗത്ത് മാത്രമേ നോക്കൂ. മനസ്സിലായില്ലേ പറഞ്ഞത്? ജനങ്ങൾ എപ്പോഴും മുകൾ ഭാഗത്തെ നോക്കൂ. മുകൾ കൊണ്ട് വിധി പറയും. ഞാൻ എൻ്റെ അടുത്ത കാലത്തെ ചില പ്രഭാഷണങ്ങളിൽ പറഞ്ഞ ഒരു കാര്യം എന്താ, ഞാൻ എൻ്റെ അടുത്ത കാലത്ത് നടത്തിയ ചില പ്രഭാഷണങ്ങളിലുണ്ട്. എന്ത്? മക്കായും മദീനായും എന്നെ തേടി വരും, ഞാൻ അങ്ങോട്ട് പോവല്ല, അവ ഇങ്ങോട്ട് വരും, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഞാനൊരു മോശപ്പെട്ട മനുഷ്യനാണെന്ന് ഈ വാക്കുകൊണ്ട് വിധി എഴുതാൻ കഴിയും. എന്തുകൊണ്ട്? ഒന്ന്, അയാൾ മക്കയെയും മദീനയെയും ഇകഴ്ത്തി. രണ്ട്, മക്കയും മദീനയും ഇങ്ങോട്ട് വരുമെന്ന് പറയാൻ ഇയാളാരാ? എന്ന് പറയാം. മക്കയെ മദീനയെ നിസ്സാരപ്പെടുത്തി എന്ന് പറയാം. സത്യത്തിൽ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ്? മനിസ്തതഅ ഇലൈഹി സബീല എന്നാണ് മക്കയിലേക്ക് വരേണ്ടവർക്കുള്ള ഒരു കാര്യം. അവർക്ക് മനിസ്തതഅ ഇലൈഹി സബീല. 1924 മുതൽ ഈ നിമിഷം വരെയും മക്ക ബാത്തിലിൻ്റെ അഹ്ലുകാരുടെ കയ്യിലാണ്. ഞാൻ അവർക്കെതിരെ പോരാടുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ എന്നെ കയ്യിൽ കിട്ടിയാൽ അവർ കൊല്ലും. ചില ആളുകൾക്ക് എങ്ങനെയെങ്കിലും എന്നെ മക്കയിലെത്തിക്കാൻ വലിയ പാടാണ്, അധ്വാനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വഹാബി പ്രഭാഷണം നടത്തുന്ന സമയത്ത് എൻ്റെ ചില അടുത്ത ബന്ധുക്കൾക്കും മറ്റുള്ളവർക്കും, എൻ്റെ ചില അടുത്ത ബന്ധുക്കൾക്കും വളരെ പ്രധാനപ്പെട്ടവർക്കും എനിക്ക് തന്നെയും ചില ആളുകൾ വിളിച്ചുകൊണ്ടേ ഉണ്ടായിരുന്നു, പിന്നെ ഉസ്താദ് എന്നാ ഉംറക്ക് വരുന്നത്, ഉസ്താദ് എന്നാ ഉംറക്ക് വരുന്നത്. അപ്പം ഞാൻ ഉംറക്ക് പോകുന്നതിൽ എനിക്ക് പോലും ഇല്ലാത്ത എന്നെ ഒരാഗ്രഹമാണ് അവർക്ക്. എന്നാൽ അവർ നല്ലവരാണോ? അവരിൽ മുസ്ലിയാക്കന്മാർ വരെയുണ്ട്. കാരണം ആ പ്രഭാഷണം വലിയൊരു ശതമാനം മുസ്ലിയാക്കന്മാർക്കും പിടിച്ചില്ല. എന്തുകൊണ്ട് പിടിച്ചില്ല? ആ മുസ്ലിയാക്കന്മാർ ദുനിയാവിൻ്റെ അയലുകാരാണ്, അതുകൊണ്ട് പിടിച്ചില്ല. അല്ലെങ്കിൽ വഹാബികൾക്കെതിരെ പ്രസംഗിക്കുന്നതിൽ മുസ്ലിയാക്കന്മാർക്ക് എന്താണ്? മുസ്ലിയാക്കന്മാരെന്ന് പറയുന്നത് അവർ വഹാബികൾക്കെതിരെ അടരാടുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ 4 റക്അത്തും 3 റക്അത്തും 2 റക്അത്തും ഒക്കെ വഹാബികളും ഇവർ ഒരുപോലെയാണ്. വഹാബികളെ പള്ളിയിലെ ജമാഅത്തും സുന്നികളെ പള്ളിയിലെ ജമാഅത്തും രണ്ടും ഒരേ തരത്തിലുള്ള നിസ്കാരമാണ്, അത്രേ ഉള്ളൂ. പക്ഷെ സുന്നികളാകുന്നത് എന്തുകൊണ്ടാണ്? വഹാബികൾ പിഴച്ചിരിക്കുന്നു എന്ന സിദ്ധാന്തത്തിലും സത്യത്തിലും ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ്. അതിന്ന് വലിയൊരു ശതമാനം പണ്ഡിതന്മാർക്കും ഇല്ല. എന്തുകൊണ്ട്? അവർ പണ്ഡിതന്മാരല്ലാത്തത് കൊണ്ടില്ല. അൽ ഉലമാ വറസത്തുൽ അംബിയാ ആണ്. അപ്പോൾ ഞാൻ വളരെ ശ്രമകരമായി അധ്വാനിച്ച് വഹാബികൾക്കെതിരെ പഠിച്ചു. മുസ്ലിം സമൂഹം കണ്ടതിലെ ഏറ്റവും വലിയ മോശപ്പെട്ട ജനങ്ങൾ വഹാബികളാണെന്നാണ് ഇന്നും എൻ്റെ വിശ്വാസം. അപ്പോൾ വഹാബികൾക്കെതിരെ ഞാൻ പ്രസംഗിച്ചു. അതിശക്തമായ പ്രസംഗം. ഒരുപക്ഷെ ഈ നൂറ്റാണ്ടിൽ അങ്ങനെ ഒരു പ്രസംഗം നടന്നിട്ടുണ്ടാവില്ല. അപ്പോൾ എനിക്കൊരു പ്രശ്നം വരും. എന്ത്? മനിസ്തതഅ ഇലൈഹി സബീല, അമ്ന് നഷ്ടപ്പെട്ടു. മനിസ്തതഅ ഇലൈഹി സബീല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദേഹം, നിങ്ങളുടെ വഴി, നിങ്ങളുടെ സമ്പത്ത്, ഇതെല്ലാം നിലക്കും സുരക്ഷിതത്വമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മക്കയിൽ വന്ന് ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഹജ്ജിന് പോകണമെങ്കിൽ പ്രശ്നമുണ്ട്. എന്തുകൊണ്ട്? ഹക്ക് തുറന്നു പറഞ്ഞു. 924 മുതൽ 2024 വരെയും വഹാബികളുടെ അധികാരത്തിലാണ് മക്കയും മദീനയും. മനസ്സിലായില്ലേ? വഹാബികൾ ക്രൂരന്മാരും കള്ളന്മാരുമാണ്, മോശപ്പെട്ട തമ്മാടികളാണ് എന്ന് ആയിരക്കണക്കായ കിതാബുകൾ ഈ കഴിഞ്ഞ 2 നൂറ്റാണ്ട് 3 നൂറ്റാണ്ടിനിടയിലുള്ള സുന്നി പണ്ഡിതന്മാർ എഴുതി വെക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ അതിഗൗരവമായ ചില ഗവേഷണങ്ങൾ നടത്തി. ആ ഗവേഷണത്തിന് മറുപടി ഇന്നും പറഞ്ഞിട്ടുമില്ല. വഹാബികൾ മിണ്ടിയിട്ടില്ല, ഒന്നുമില്ല. അപ്പം സ്വാഭാവികമായും എന്നെ സംബന്ധിച്ചിടത്തോളം ഹക്ക് പറയുക എന്ന ബാധ്യതയാണ് മക്കയിലേക്ക് പോകുന്നതിനേക്കാൾ വലിയ ബാധ്യത. ഇനിയും ചില ഹക്കുകൾ എനിക്ക് പറയാനും ഉണ്ട്. ഇൻഷാ അല്ലാഹ്.
അപ്പോൾ മരിക്കുന്നതിൽ പേടിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയാസമില്ലാതെ മരിക്കാൻ തൗഫീഖ് തരട്ടെ. ജീവിക്കാൻ ഒരു കൊതിയില്ലാത്ത മനുഷ്യനാണ് ഞാൻ. ഒറ്റ കൊതി എനിക്കിപ്പില്ല. എൻ്റെ റബ്ബിനെ സ്വീകരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ റബ്ബ് എന്തിനാണ് ഈ റബ്ബ് എങ്ങനെ സ്വീകരിക്കുക? ഹക്ക് നഷ്ടപ്പെട്ട കാലത്ത് ഹക്ക് പറയുമ്പോഴാണ് റബ്ബ് സ്വീകരിക്കുക. അല്ല നിസ്കരിക്കുന്ന നോമ്പെടുക്കുമ്പോഴല്ല. എൻ്റെ ഇബാദത്ത് തന്നെ ഈ ഹക്ക് പറയലാണ്, ഹക്ക് കണ്ടെത്തലാണ്. ഹക്ക് കണ്ടെത്തുമ്പോൾ ഭയങ്കര പ്രയാസമുണ്ടാവും, ഭയങ്കര പ്രയാസമുണ്ടാവും. കാരണം ഹക്ക് കണ്ടെത്തിയ പോലെ ഹക്ക് പറയണം. ഹക്ക് പറയുമ്പോൾ മക്കയിലേക്ക് മദീനയിലേക്കുള്ള വഴി അടയും. മക്കയിലും മദീനയിലും പോകാൻ കഴിയാത്ത എത്രയോ രാത്രി ഇരുന്ന് ഞാൻ കരഞ്ഞിട്ടുണ്ട്. അതേസമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മദീനയെ എൻ്റെ ഖബറിലേക്ക് തരുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ നബിയോട് ഇഷ്ടമില്ലാത്തത് കൊണ്ട് മദീനയെ ഒഴിവാക്കിയതല്ല, നബി ഇഷ്ടമുള്ളത് കൊണ്ട് മദീനയെ ഒഴിവാക്കിയതാണ്. അത് മനസ്സിലാക്കാനും ഇന്ന് ചില ആളുകൾക്ക് കഴിയുന്നില്ല. ചില ആളുകൾക്ക് കണ്ണ് കടിയാണ്, അതിന് മരുന്നില്ല, അതിന് മരുന്നില്ല. വഹാബികൾക്ക് എന്നോട് ദേഷ്യമാണ്, സുന്നികൾക്ക് ദേഷ്യം ഉണ്ടാകാൻ സാധ്യതയില്ല. കണ്ണക്കടിയാണ്, കണ്ണുകടിക്ക് ഒരു പരിഹാരമില്ല. എൻ്റെ തലയിലുള്ള കുറേ കാര്യങ്ങൾ എടുത്ത് വലിച്ചെറിയണം, ഞാൻ ഉത്തരവാദിയല്ലല്ലോ. അതുകൊണ്ട് ചിന്തിക്കണം. ഇതിനപ്പുറവും എനിക്ക് പറയാൻ കഴിയും. ഞാനിത് പറയാത്തത് പലർക്കും പ്രയാസമുണ്ടാവും. പ്രയാസമുണ്ടായാൽ ദീനും നഷ്ടമുണ്ടാവും എന്നതുകൊണ്ടാണ്. ഇതിൻ്റെ പിന്നിലൊക്കെ നടന്ന പല കളികളും എനിക്കറിയും. എൻ്റെ വഹാബി പ്രഭാഷണങ്ങൾ നിർത്താൻ വേണ്ടി നടന്ന വലിയ കളികൾ, സുന്നികൾ നടത്തിയ കളികൾ കൃത്യമായി എനിക്കറിയും. നിഷേധിക്കാൻ അവർക്ക് കഴിയില്ല ഞാൻ പറഞ്ഞാൽ. പക്ഷെ ഞാൻ ഇന്നുവരെ പറഞ്ഞില്ല. പറയാത്തത് എന്തുകൊണ്ടെന്നാൽ അവരും ഒരു മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അതിവിടെ നിലനിന്നാലേ സുന്നികൾക്ക് നിലക്കാൻ കഴിയുള്ളൂ. ഇതൊരു സത്യമാണ്. എൻ്റെ വഹാബി പ്രഭാഷണത്തിനെതിരെ സുന്നി നേതാക്കന്മാർ നടത്തിയ വലിയ കളികൾ എനിക്കറിയും. അത് കുട്ടിയെ ഞാൻ പറയേണ്ടി വരും. കുട്ടിയാരെ പറയുള്ളൂ, പിന്നെ പറയും നിർബന്ധവും. എന്തുകൊണ്ട്? ഇവർ അത്രത്തോളം കളിച്ചാൽ ഞാനിത് പറയേണ്ടി വരും. കുടുങ്ങിയ പറയേണ്ടി വരും. പക്ഷെ പറയൂല. എന്തുകൊണ്ട്? ഇതൊക്കെ ഇവിടെ നിലനിൽക്കണം. ഇനി അല്ലാഹു തആല ഹക്കിൻ്റെ ഒരു കാര്യം ഇവിടെ കൊണ്ടുവന്നേക്കാം. അന്ന് നിലനിന്നാൽ ചുമരുണ്ടായാലല്ലേ ഒരു കാലത്ത് നല്ലൊരു ചിത്രകാരന് വരക്കാൻ കഴിയുള്ളൂ. ചുമര് തകർത്തിട്ട് എന്ത് കാര്യം? എന്നെ സംബന്ധിച്ചിടത്തോളം ബാപ്പാൻ്റെ ഔറത്ത് കണ്ട ഒരാളാണ് ഞാൻ. എൻ്റെ ദീനീ പ്രവർത്തനം ബാപ്പാൻ്റെ ഔറത്ത് കാണലാണ്. ബാപ്പാൻ്റെ ഔറത്ത് കണ്ടാൽ മിണ്ടാനും പറ്റൂല, ചിരിക്കാനും പറ്റൂല. വേറൊരുത്തൻ്റെ ബാപ്പാൻ്റെ ഔറത്ത് വേറൊരുത്തൻ കണ്ടാൽ ചിരിക്കാം. നമ്മളെ ബാപ്പാൻ്റെ ഔറത്ത് നമ്മൾ കണ്ടാലോ പിന്നെ ചിരിക്കൽ നടക്കൂല, കാര്യം നടക്കൂല, തുണി ശരിയാക്കി കൊടുക്കൽ നടക്കൂല. ചിലപ്പോൾ തുണി ശരിയാക്കിയാൽ ഉറക്കം നഷ്ടപ്പെടുത്തിയ മുട്ടമ്പടി കൊണ്ട് നെറുന്നേരെ കൂടെ തല്ലും കിട്ടും. അങ്ങനെ ഉണ്ടല്ലോ കൊടുങ്ങല്. ഇതെൻ്റെ കൊടുങ്ങൽ. അതാണ് വാക്കിൻ്റെ അർത്ഥം. ഞാനീ പറഞ്ഞ ഹക്കിന് വേണ്ടിയുള്ള അടലാടല. വഹാബികൾ 100% തിന്മയുള്ള ആളുകളാണ്, 100% പഴച്ചവരാണ്. ഇന്നലെ ഒരാൾ എന്നോട് തബ്ലീഗിനെ കുറിച്ച് ഫത്വ ചോദിച്ചു. ഞാൻ അവരോട് പറഞ്ഞു അത് ബാത്തിൻ്റെ ആളുകാരാ. അതേസമയത്ത് അവരെ പോലെ സുന്നത്തെടുക്കുന്നവരാരാ? ചില സുന്നി പണ്ഡിതന്മാരുടെ മോശത്തരങ്ങളെ ജീവിതത്തിൽ കണ്ട് അവരെ കൂടെ നടന്ന് അവരെ മനസ്സിലാക്കി അവർക്ക് ഹക്കില്ല എന്ന് മനസ്സിലാക്കിയ ചില സുഹൃത്തുക്കൾ ഇന്നലെ എന്നോട് ചോദിച്ചു, തബ്ലീഗിൽ പോകുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു അങ്ങനെ പറയരുത്. എന്തുകൊണ്ട്? തബ്ലീഗ് ജമാഅത്ത് പിഴച്ച കക്ഷിയാണെന്ന് കണ്ണിയത്തടക്കമുള്ള ആലിമ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ നല്ലവരാണ്. ഒന്ന് മാത്രമല്ല, അതിൻ്റെ അഖീദ വഹാബി അഖീദയാണ്. മനസ്സിലാണ്ട് പറഞ്ഞത്? ഞാൻ വഹാബി ഒന്നും ആവൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോവുക. പക്ഷെ നിങ്ങൾ അറിയാതെ നിങ്ങൾ വഹാബിയെ പോകും. അതുകൊണ്ട് അതിന് പോകരുത്. അപ്പോൾ അവർ പറഞ്ഞു ഇന്നാലിന്നാൾ ഇങ്ങനെയൊക്കെ ചെയ്തു, ഞങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ മിണ്ടണ്ട, നിങ്ങൾ അല്ലാഹു തആലയോട് കാവൽ ചോദിച്ചോളി. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ ഹക്കായ മാർഗ്ഗമാണ്. അതാരെങ്കിലും നോക്കി തീരുമാനിക്കേണ്ടല്ല. അത് ഇമാം ഷാഫി തങ്ങളുടെ മാർഗ്ഗമാണ്, ഇമാം നവവി തങ്ങളുടെ മാർഗ്ഗമാണ്, ഇബ്നു ഹജർ തങ്ങളുടെ മാർഗ്ഗമാണ്, ബഹുമാനപ്പെട്ട മഖ്ദൂമിൻ്റെ മാർഗ്ഗമാണ്, ബഹുമാനപ്പെട്ട വരക്കൽ തങ്ങളുടെ മാർഗ്ഗമാണ്, കണ്യത്തിൻ്റെ ശംസുൽ ബാഫഖ് തങ്ങളുടെ പൂക്ക തങ്ങളുടെ മാർഗ്ഗമാണ്. അത് മുഅ്മിനീങ്ങളുടെ മാർഗ്ഗമാണ്. അല്ലാഹു തആല മാർഗ്ഗത്തിൽ നമ്മൾ നിലനിർത്തി തരട്ടെ. മനസ്സിലാണ്ട് പറഞ്ഞു. വളരെ നിങ്ങൾ ചിന്തിക്കണം. ഇതിനപ്പുറം എനിക്കറിയാം, അപ്പം നിങ്ങളോട് പറയാൻ പറ്റാതെ എനിക്കറിയാം. ഞാനിങ്ങനെ മേലെ കയറി നിൽക്കുമ്പോൾ പലപ്പോഴും പലതും കാണുമല്ലോ, പലതും അറിയുമല്ലോ.
ഇപ്പം നിനക്കൊരു ദുരനുഭവം ഉണ്ടെങ്കിൽ എന്നോട് പറയും, അവനുണ്ടെങ്കിൽ എന്നോട് പറയും, നിങ്ങൾക്കുണ്ടോ എന്നോട് പറയും, നിങ്ങൾക്കുണ്ടോ എന്നോട് പറയും, നിനക്കുണ്ടോ എന്നോട് പറയും. അപ്പോൾ നിങ്ങൾക്കൊരു ഉന്നതനായ വ്യക്തിയിൽ നിന്നുണ്ടായ ദുരനുഭവം നിങ്ങളുടേത് മാത്രമാണ്. എനിക്ക് നിങ്ങളെല്ലാവരും അനുഭവം എൻ്റെ അനുഭവമാണ്. അപ്പോൾ പലതും എനിക്കറിയും, പക്ഷെ പുറത്തറിയാൻ പറ്റില്ല. എന്തുകൊണ്ട് പറഞ്ഞാൽ സമൂഹം നാശമാവും. എന്താ പ്രശ്നം ഇവരിലല്ല, പ്രശ്നം പിശാചാണ്. മോശപ്പെട്ടവനെ കൊണ്ട് പിശാച് നല്ലത് ചെയ്യിക്കും, നല്ലവനെ കൊണ്ട് പിശാച് മോശം ചെയ്യിപ്പിക്കും. ഇതിൻ്റെയൊക്കെ കളി പിശാചിൻ്റെതാണ്. ഒരു നന്മ ചെയ്യുമ്പോൾ കുതിര കളിക്കാൻ നടക്കരുത്. നടന്നാൽ നിങ്ങൾ അള്ളാഹു താല ലിസ്റ്റിന് വിട്ടും. എനിക്കെതിരെ ആര് കളിച്ചാലും ദുനിയാവിലെ അള്ളാഹു താല അവർ ലിസ്റ്റിന് വിട്ടും. ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയുള്ള കളിയാണ്, ഈ പണിയാണ് ഈ എടുക്കുന്നതൊക്കെ. 100% വേറെ ഒരു ലക്ഷ്യം രൂപയില്ല. യൂഫ്രട്ടീസിലെ സ്വർണ്ണമലകൾ പെട്രോളിയമാണ് എന്ന് അനിഷേധ്യമായ തെളിവുകൾ കൊണ്ട് ഞാൻ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാവും, ചെറിയ പ്രശ്നങ്ങളുമാണ്. സാലിഹ്യങ്ങളായ മുൻഗാമികൾ ഉണ്ടാക്കിയ പള്ളികൾ പൊളിച്ചിട്ട് പെട്രോളിയത്തിൻ്റെ പള്ളികൾ ഉണ്ടാക്കി. അത് പ്രശ്നമാണ്, അത് പ്രശ്നമാണ്. സാലിഹ്യങ്ങളായ മുൻഗാമികൾ ഉണ്ടാക്കിയ ആ സമ്പത്ത് നിങ്ങൾ എടുക്കരുതെന്ന് മുത്തനബി പറഞ്ഞത്. അത് ദുനിയാവിന് വഴിപ്പെട്ടു പോയ ആളുകൾ എടുത്തതുമാണ്. ദുനിയാവിന് വഴിപ്പെട്ടുപോയി അങ്ങനത്തെ ആളുകളാണ് എടുത്തത്. ചിന്തിക്ക്. അതിൻ്റെ കണ്ണ് നമുക്കുണ്ടായില്ല. പിന്നെ സ്വകാര്യമായി അറിയുന്ന ആലിമീങ്ങളുടെ വായ മൂടിക്കെട്ടി. എന്തുകൊണ്ട്? അവരെ കൊന്നുകളയും. ഞാൻ പ്രശ്നമില്ലാത്തൊരു നാട്ടിലാണുള്ളത്, എനിക്കിതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാവില്ല. അവിടെ ചെന്നാലേ പ്രശ്നം ഉണ്ടാവുള്ളൂ. അറബികൾ ഈ ലോകത്തെ ഏറ്റവും വലിയ ചണ്ടികളാണ് എന്ന് വിശ്വസിക്കൽ മോമിനിയങ്ങൾക്ക് നിർബന്ധമാണ്. എന്തുകൊണ്ട്? അവർ ചെയ്തു കൂട്ടിയ തോന്നിയാസങ്ങൾക്ക് കൈമണക്കുകയില്ല. ഇറാഖിലെയും സിറിയയിലെയും പെണ്ണുങ്ങൾ ഉപജീവനത്തിന് വേണ്ടി വിചരിക്കുകയാണ്. അവരെ ഭർത്താക്കന്മാരെ കൊന്നത് അമേരിക്കൻ പട്ടാളാണ്. അമേരിക്കയെ ക്ഷണിച്ചു വരുത്തിയത് സൗദി അറേബ്യയാണ്. അവർ പറഞ്ഞ അങ്ങക്ക് വേദനിക്കാൻ ഇപ്പോൾ ഓടപ്പണി നോക്കി നിന്റെ തലയെ കെട്ടിന് എനിക്കെന്ത് വലിയ. അമേരിക്കയിലും ലണ്ടനിലും ബ്രിട്ടനിലും യൂറോപ്പിലുമുള്ള നക്ഷത്ര വേശ്യാലയങ്ങളിൽ ഏറ്റവും കൂടുതൽ സന്ദർശിക്കുന്ന ആളുകൾ മിഡിൽ ഈസ്റ്റിലെ അറബികളാണ്. ഒരു കൂട്ടർ പണം കൂടിയതുകൊണ്ട് വിചരിക്കും, ഒരു കൂട്ടർ പണത്തിന് വേണ്ടി വിചരിക്കും. ഇത് രണ്ടിൻ്റെയും ആളുകൾ അറബികളാണ്. ഈ അറബികളെ റമദാൻ മാസത്തിൽ അവരെങ്ങനെ മേലെ കൂടി ഒഴിഞ്ഞിട്ട് പൈസ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് ഈ മക്കളെ തീറ്റി അവർക്ക് ദീൻ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം? അവരെ കയ്യിലെ സമ്പത്ത് അള്ളാഹു ഇഷ്ടപ്പെടാത്ത സമ്പത്താണ്. അവർ വഹാബികളാണ്. വഹാബിസം എന്നത് ഏത് കാലഘട്ടത്തിൽ തിന്മയാണ്. അവസാനത്തെ വഹാബി രാജാവിനെ തലവെട്ടി കൊല്ലാൻ മുസ്ലിം പണ്ഡിതന്മാർ ഫത്വ കൊടുത്തു. അങ്ങനെയാണ് തുർക്കിയിൽ കൊണ്ടുപോയി കൊന്നത്. അത്രയും വലിയ ക്രൂരന്മാരാണ് അവർ. മുസ്ലിം പണ്ഡിതന്മാർ ഫത്വ കൊടുത്തിട്ടാണ് അയാൾ കൊന്നത്, അവസാനത്തെ വഹാബി ഭരണാധികാരിയെ. പിന്നെ കുറച്ചു കാലം അവർക്കൊരു അധികാരം ഉണ്ടായില്ല. പിന്നീട് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും അധികാരം വന്നപ്പോൾ അവർ വീണ്ടും തിരിച്ചു വന്നു. ഇന്ന് ഒരു തുർക്കിയില്ല, ഫത്വ കൊടുക്കാൻ ഒരു പണ്ഡിതനും ഇല്ല. ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ആ മഹാന്മാരായ ആലിമീങ്ങൾ, നിങ്ങൾക്ക് സൈനി ദഹ്ലാൻ അറിയില്ലേ? ഒരു 2 ഹറമിലെ ഇമാമായിരുന്നു സൈനി ദഹ്ലാൻ റഹ്മത്തുള്ളാഹി അലൈഹി. അതെന്തൊക്കെ സൈനി ദഹ്ലാൻ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബ് എത്രയാണ്? വഹാബികൾ ലോകം കണ്ട ക്രൂരന്മാരാണ്. മുസ്തഫ നബിയുടെ പേരക്കുട്ടിമാരിൽ ഒരാളാണ് സൈനി ദഹ്ലാൻ റഹ്മത്തുള്ളാഹി അലൈഹി. 20-ാം നൂറ്റാണ്ടിൽ മുസ്ലിം ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ ഒരാളാണ് സൈനി ദഹ്ലാൻ റഹ്മത്തുള്ളാഹി. അൽ ഫിത്നത്തുൽ വഹാബിയ എന്നൊരു കിതാബുണ്ട് അവരുടെ. എത്ര കിതാബുണ്ട്? ആർക്കെതിരെ? വഹാബികൾക്കെതിരെ. ആ കിതാബ് വായിച്ച് ഞാൻ മലയാളം പറയാണ്. അപ്പോൾ കേരളത്തിലെ ചില തലയെക്കെട്ടുകാർ പറയാണ് ഇവന് പിരാന്താണ്. നിനക്കണട പിരാന്ത് അള്ളാന്റെ കോടതി എത്തിയാൽ നിനക്ക് മനസ്സിലാവും. ഉറപ്പ്.
ഇതൊരു ഒറ്റപ്പെട്ട ശബ്ദമാണ്. വേറൊരാളത് പറയാനുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, വഹാബികൾ ചെയ്ത ക്രൂരതകളെക്കുറിച്ച് ഞാൻ മണിമണിയായ പ്രഭാഷണങ്ങൾ നടത്തി, നൂറുകണക്കിന് തെളിവോടുകൂടി. എന്നിട്ട് ഒരാളിനോട് വന്ന് ആ തെളിവ് ചോദിച്ചില്ല. എന്തുകൊണ്ട്? ഞാൻ അവരോട് പറയും ചെയ്തു, മുസ്ലിയാക്കന്മാർ ആര് വന്നാലും ഞാൻ തെളിവ് കൊടുക്കും. ഒരു മുസ്ലിയാരിൻ്റെ അടുത്ത് വന്നില്ല. എന്തുകൊണ്ട്? അവർക്ക് ആ തെളിവിന് ആവശ്യമില്ല. അവരങ്ങനെ ഒരു പ്രഭാഷണം ഉദ്ദേശിക്കുന്നില്ല. അതന്നെ വിഷയം. പത്താൾക്കിൻ്റെ അടുത്ത് കേരളത്തിൽ ഇത്രയേറെ തലയെക്കെട്ടുകാരെ കൊണ്ട് കുടുങ്ങിയിട്ട് നടക്കുന്ന ഒരു കേരളത്തിൽ പത്താൾക്കെങ്കിലും ആ പ്രൂഫൊക്കെ ഒന്ന് കാണിക്കുമെന്ന് അറിയാൻ പറഞ്ഞ എൻ്റെ അടുത്ത് വരാലോ. സ്വകാര്യമായി പറയും, നല്ല പ്രശ്നമാണ്, ഷുവറായിട്ട് സ്വകാര്യമായി പറയും. ഒറ്റക്ക് നമുക്കൊന്നും നിർവാഹമില്ലാത്തതുകൊണ്ടാണ്. പറഞ്ഞോളി. ഞാൻ പറഞ്ഞ് ഇന്ന വാപികൾ വന്നാൽ പോലെ എന്താണെന്ന് വെച്ചാൽ ഓൻ്റെ പെണ്ണുങ്ങൾക്ക് കുട്ടികൾക്കും പുതിയ പ്ലാസ്റ്റിക് പെടാൻ പാടില്ല. പിന്നെ എൻ്റെ പെണ്ണുങ്ങളെ പുതിയ പ്ലാസ്റ്റിക് പെട്ടാൽ ഓന് പ്രശ്നമൊന്നുമില്ലല്ലോ. ആരടങ്ങളൊക്കെ വില വെക്കണം. വാബി രാജാവിനെ വില വെക്കാത്ത ഞാനാണോ ഈ 4 തലയെക്കെട്ടാരെ വില വെക്കണം? എനിക്കെൻ്റെ റബ്ബിൻ്റെ അടുക്കൽ രക്ഷപ്പെടുന്നേ ഉള്ളൂ. ഞാൻ റബ്ബിൻ്റെ അടുക്കൽ ഇൻഷാ അല്ലാഹ് രക്ഷപ്പെടാൻ വേണ്ടി പണിയെടുക്കണം. അത് ആരെഴുതി വെച്ചതുമാണ്. ഈ കഴിഞ്ഞ നൂറ്റാണ്ടുകൾക്കിടയിലുള്ള ഉലമാക്കൾ എഴുതി വെച്ചതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് മക്കത്ത് മദീനത്ത് പോകാൻ സാഹചര്യം ഇല്ല. അങ്ങനത്തെ ആളുകളെ മക്കയിലേക്ക് അല്ലാഹ് ക്ഷണിച്ചിട്ടുമില്ല. മനിസ്തതാഅ ഇലൈഹി സബീല. ഇപ്പോൾ ചിലർ പറയുന്നത് മനിസ്തതാഅ ഇലൈഹി സബീല എന്ന ആയത്തിന് അയാൾ ആരും പറയാത്ത മായന പറഞ്ഞു എന്നാണ്. ആരും പറഞ്ഞാലല്ലേ ഞാൻ പറഞ്ഞത്. നിനക്ക് സുരക്ഷിതത്വമില്ലെങ്കിൽ നിങ്ങൾ മക്കയിലേക്ക് വരേണ്ട ആവശ്യം ഇല്ല. എന്തുകൊണ്ടാണ് എനിക്ക് സുരക്ഷിതത്വമില്ലാത്തത്? ഹക്ക് പറഞ്ഞുകൊണ്ട്. എന്താണ് നിന്റെ ഹക്ക്? വഹാബികൾ മോശമാണ്, ഇത് ഹക്കല്ലെങ്കിൽ പിരിച്ചുവിടും നിന്റെ സംഘടന. വഹാബികൾക്കെതിരെയുള്ള സംഘടനയിലെ ആളാന്ന് പറഞ്ഞിട്ടാണ് ഈ മുണുങ്ങുന്നത്. എന്നിട്ട് വഹാബികൾക്കെതിരെ പറയുമ്പോൾ പിരാന്തനാന്നായി പറയുന്നത്. എന്താ നിങ്ങൾ വിചാരിച്ച് ദുനിയാവിന് തലയെക്കെട്ടുകാർ വഴിപ്പെട്ടു പോയതാണ് ആഖിർ സമാന്റെ ഏറ്റവും വലിയ അടയാളം? അതൊന്നും ഞാൻ തരും പറഞ്ഞില്ലല്ലോ. വളരെ ചിന്തിക്കണം. ഇങ്ങനത്തെ പല പിത്തനകളും ഇവരുണ്ടാകുമെന്ന് എനിക്കറിയാം. എന്തുകൊണ്ട്? പിശാച് വരെ തലയിൽ കയറി ഇരുന്നിട്ടുണ്ട്. എന്നെ പറ്റി നിങ്ങൾ തന്നെ പേടിക്കണം. ഞാൻ റസൂലുള്ളാഹി എന്നെ സ്വീകരിക്കണം, എനിക്ക് ഉറപ്പല്ലേ എൻ്റെ റസൂലുള്ളാഹി എന്നെ സ്വീകരിക്കും. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, അല്ലാഹുവിൻ്റെ ഹബീബ് മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം 2 വട്ടം സമ്മതം തന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ പുസ്തകം എഴുതാൻ തുടങ്ങിയത്. ഞാനെന്താ കോഴിക്കോട്ട് ലോഞ്ചിങ്ങിന് ഒരാളെ വിളിക്കാതിരുന്നത്? റോള ഷെരീഫിലേക്ക് പുസ്തകം കൊടുത്തയച്ച് റോള ഷെരീഫിൽ ലോഞ്ചിങ് നടത്തിയിട്ടാണ് ഞാൻ കോഴിക്കോട് പ്രസംഗിച്ചത്. അല്ലാഹു മഷാദ്. എന്തിനാ കോഴിക്കോട് ഒരാൾ എനിക്ക്? റോള ഷെരീഫിൽ വെച്ച് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഹദറത്തിൽ വെച്ച് എൻ്റെ 2 പുസ്തകത്തിന് ലോഞ്ചിങ് കഴിഞ്ഞു. പിന്നെ എനിക്കെന്തിനാ അവിടെ കോഴിക്കോട്ട് 4 ആളെ വിളിക്കേണ്ട ആവശ്യം? വിളിച്ചാണ് അവർ വന്നാൽ തന്നെ 4 ആൾ പിറ്റേന്ന് ചോദിച്ചാൽ അവരെന്ത് പറയും? നമ്മളങ്ങനെ പറഞ്ഞു പോയതാണ്, പെട്ടുപോയതാണ്, സാരല്ല. അപ്പോഴും എനിക്ക് റിമാർക്കായി. അല്ലെങ്കിൽ ഞാൻ അവരെ വിളിച്ചു, അവർ വന്നിട്ടില്ലെങ്കിൽ പിന്നെ അവരെന്ത് പറയും? എന്നെ വിളിച്ചടാ, ഞാൻ പോകില്ലാന്ന് പറഞ്ഞു. ഓൻ്റെ പരിപാടിക്കൊന്നും പോകാൻ പറ്റൂല. അപ്പോഴും എനിക്ക് റിമാർക്കായി. അപ്പം അവർക്കും പരിക്ക് വേണ്ട, എനിക്കും പരിക്ക് വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ആരും വിളിക്കാതെ. എനിക്കൊരു ആവശ്യമില്ല. എനിക്കൊരു ഔലിയപ്പാപ്പനെയും തങ്ങളെയും മൂല്യരെയും എൻ്റെ പുസ്തകത്തിന് ആവശ്യം. ഞാൻ ഈ പുസ്തകത്തിൽ പറഞ്ഞ ആക്ടാണ്. അത് അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ സമ്മതം കിട്ടിയിട്ട് എഴുതി തുടങ്ങിയതാണ്. 2 വട്ടം സമ്മതം കിട്ടിയിട്ട് എഴുതി തുടങ്ങിയത്. അല്ലാഹുവിൻ്റെ ഹബീബിൻ്റെ ഹദറത്തിലേക്ക് 2 പുസ്തകവും കൊടുത്തയച്ച് അത് അവിടെ വെച്ച് പ്രകാശനം ചെയ്തതിന് ശേഷം ആ പുസ്തകം തിരിച്ചെത്തി. പ്രകാശനം കഴിഞ്ഞു എന്ന് മദീനത്ത് പോയവർ അറിയിച്ചിട്ടാണ് ഇവിടെ ലോഞ്ച് ചെയ്തത്. ഈ പുസ്തകം തിരിച്ചു വന്നത് ലോഞ്ചിങ് കഴിഞ്ഞിട്ടാണ്. ഇപ്പം ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ഇതാ നിധി പോലെ 2 പുസ്തകം സൂക്ഷിച്ചു. റോള ഷെരീഫിൽ കൊണ്ടുപോയ പുസ്തകങ്ങളാണ്. റൗള ഷെരീഫ് എന്ന ലോഞ്ചിങ് കഴിഞ്ഞത് കൊണ്ട് ഞാനത് പിന്നെ ഇവിടെ എടുത്ത് പാത്തുവെച്ചു. ഇതാർക്കും കാണിക്കാൻ പാടില്ല. ഇനി ഞാൻ അതിമനോഹരമായ ഒരു വസ്ത്രത്തിൽ കെട്ടിപ്പോയിഞ്ഞ് വീട്ടിൻ്റെ ഉള്ളിൽ പെട്ടിയിൽ പാത്തുവെക്കും. റൗള ഷെരീഫ് ലോഞ്ച് ചെയ്ത അടുത്ത ഞാൻ പുസ്തകം എഴുതുന്നത് മുസ്തഫ റസൂലുള്ളാഹിക്ക് വേണ്ടിയാണ്, എല്ലാ റസൂലുള്ളാഹിക്ക് വേണ്ടിയാണ്. പക്ഷേ ഇതിൽ ചില ആളുകൾക്കറിയാം, ഇതിൽ പള്ളക്കടിയുണ്ട് ചിലർക്ക്. അവർക്ക് ശൈത്താൻ്റെ ബുദ്ധിയുണ്ട്. അവർക്കറിയാം എനിക്കെതിരെ എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കിയാലേ ഇവർക്ക് ഇനി പിടിച്ചിക്കാൻ കഴിയുള്ളൂ. എനിക്കെതിരെ നീ കുത്തിത്തിരിപ്പുണ്ടാക്കിയാൽ അള്ളാഹിൻ്റെ കൂടെ തിരിച്ചു കൊടുക്കും, ഉറപ്പായിട്ട് കൊടുക്കും. ഈ പ്രശ്നം സാധാരണ പ്രശ്നം. പിന്നെ എന്നെ ഒരാൾ തലയിൽ കയറ്റേണ്ട ആവശ്യം എനിക്കില്ല. ആറ്റും തലയിക്കേണ്ട ആവശ്യമില്ല.
ഒരാളെ ആവശ്യമില്ലാത്തവര്. വഹാബിസത്തിനെതിരെ 1-ാം പ്രഭാഷണം കഴിഞ്ഞപ്പോൾ പ്രസംഗം കഴിഞ്ഞ് ഞാൻ കൂളിമാടെത്തി, കാറിൽ പോവാം. അപ്പോൾ ഒരു സംഘം ആളുകൾ കാറ് വളഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദ് അങ്ങനെ പോകാൻ പാടില്ല, നിങ്ങൾ ആരെയെങ്കിലും കൊല്ലും, അത്രയും വലിയ പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും എൻ്റെ ഒപ്പം പോരില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾ പോരണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൂളിമാടിൽ ഏതെങ്കിലും ഒരു കടയിൽ നിന്ന് എനിക്ക് ലേശം ഭക്ഷണം വാങ്ങി തരിഞ്ഞ് കൊല്ലി ഉണങ്ങിയിട്ടുണ്ട്. അങ്ങനെ കാറിലേക്ക് അവർ ഭക്ഷണം കൊണ്ടുവന്നു, ഞാൻ ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ഞാനും എൻ്റെ ഡ്രൈവർ ഒറ്റ പോയി. കൊല്ലാണെങ്കിൽ കൊന്നോട്ട്, കൊല്ലണം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാളെ കൊന്നാലിതാ. മരണം വേദന കുറക്കണമെന്നല്ലേ ഉള്ളൂ. അള്ളാഹ്ക്ക് വേണ്ടി മരിച്ച മരണം വേദന കുറയും, പിന്നെന്താ പ്രശ്നം? പിന്നെ പെണ്ണുങ്ങളെ കുട്ടികളെ ആരും സംരക്ഷിക്കും, അതിൻ്റെ ആവശ്യം എനിക്കില്ലല്ലോ. എന്താ, എൻ്റെ 3 കുട്ടികൾ ഇന്നലെ ആലപ്പുഴയിലെ ലോഞ്ചിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ട്രെയിനിൽ പോന്നു. വേറെ അവരെ പോലത്തെ 1-2 ചെറുപ്പക്കാരി കുട്ടികളോട് ആ രാത്രി മുഴുവൻ എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട്? ഞാൻ അവരെ വാപ്പയായതുകൊണ്ട് എനിക്ക് സുഖേ കിട്ടിയില്ല. ഞാൻ മരിച്ചതിന് ശേഷം അവർ എവിടെ പോയാലും എനിക്കെന്താ, എനിക്ക് ഞാൻ നല്ല നിലക്ക് കിടന്നു പോകുമല്ലോ. പിന്നെ അവരെ സംരക്ഷിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ്? അള്ളാഹ് മാത്രമല്ലേ. അവരൊന്നും പ്രയാസമില്ലാതെ എത്തി. അവർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്ത് നേരം വെക്കുന്നവരെ റബ്ബൻ്റെ കുട്ടിയൊക്കെ പറ്റരുത്. അപ്പോൾ ഒരു പ്രശ്നമില്ലാതെ അവരെത്തി. അതൊക്കെ സത്യമാണ്. നിങ്ങൾ ഈ വിചാരിച്ചൊന്നല്ല, എനിക്ക് അള്ളാഹുവിനോട് മാത്രമേ ബാധ്യതയുള്ളൂ, ഒരാളോടും ബാധ്യതയില്ല. ഒരാളോട് ബാധ്യത ഒന്നുമില്ല. എൻ്റെ ഒരു മകൾ MBBS ഡോക്ടറാണ്. ഞാൻ അവളോട് എല്ലാ ദിവസവും ഒരു 2 ദിവസം 4 ദിവസം ഉണ്ടെങ്കിൽ വീട്ടിൽ യോഗം കൂടും. എന്നിട്ട് പറയും, എനിക്കൊന്നും ആവശ്യമില്ല കേട്ടോ, നിങ്ങൾ അള്ളാഹിൻ്റെ പൊരുത്തം നഷ്ടപ്പെട്ടാൽ അന്ന് ഞങ്ങൾ ഒഴിവാക്കും. നിങ്ങളിൽ അള്ളാഹുവിൻ്റെ എൻ്റെ കുട്ടികളോട് ചോദിക്കും. എനിക്ക് 9 മക്കളുണ്ട്, 2 ഭാര്യമാരുണ്ട്. നിങ്ങളും ഞാൻ തമ്മിൽ ഒറ്റ ബന്ധം അള്ളാഹിൻ്റെ പൊരുത്തം മാത്രമാണ്. എപ്പോൾ നിങ്ങൾക്ക് അള്ളാഹിൻ്റെ പൊരുത്തം നഷ്ടപ്പെട്ടോ അപ്പോൾ ഞങ്ങൾ ഒഴിവാക്കും. പിന്നെ ഞങ്ങൾ അടുത്ത് വരില്ല, ഒരേ ഇല്ല. ഒരു വീട്ടിൽ അള്ളാഹിൻ്റെ പൊരുത്തം നഷ്ടപ്പെട്ടാൽ ഞാൻ മറ്റേ വീട്ടിൽ പോകും, മറ്റേ വീട്ടിൽ അള്ളാഹിൻ്റെ പൊരുത്തം നഷ്ടപ്പെട്ടാൽ ഞാൻ എവിടേക്കെങ്കിലും പോകും. ഒറ്റയ്ക്ക് പറക്കാൻ പറ്റിയ സ്ഥലം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഞാനൊരു യാത്രക്കാരനാണ്. അങ്ങനെ ഞാൻ ദുനിയാവിൽ പല നാടും കണ്ടെത്തിയിട്ടുണ്ട്. ഞാനൊരവിടെ പോയിരുന്നാൽ ആരും അറിയില്ല. അങ്ങനത്തെ ചില സ്ഥലങ്ങൾ, മുങ്ങാൻ പറ്റിയ സ്ഥലങ്ങൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഉറപ്പ്, ഞാൻ സത്യപരമാണ്. എനിക്കങ്ങനെ ജീവിച്ചാൽ ആഗ്രഹമില്ല. ആയുസ്സല്ലാഹ് നിശ്ചയിച്ചത്ര ജീവിക്കും. മലയാളികൾ പ്രശ്നമാക്കി എനിക്ക് പ്രശ്നമില്ല. എൻ്റെ കുട്ടികൾ നാശമായാൽ ഞാനവിടെ ഒഴിവാക്കും. അത് നിങ്ങൾ അള്ളാഹിനെ പറ്റി മനസ്സിലാക്കി. നമുക്കൊരാൾ എല്ലാവരും നമ്മളെ പ്രശംസിച്ചു എത്ര കാലം. അപ്പം നിങ്ങളെല്ലാവരും കൂടി എന്നെ പ്രശംസിച്ചു. ആ പ്രശംസിച്ചാൽ പിന്നെ അതിൻ്റെ ലാഭം എനിക്ക് എത്ര കാലം കിട്ടും? മരിക്കുന്നത് വരെ. മരിച്ചാൽ ആ തല്ലും കൂടി കിട്ടൂല്ലോ. ഞാൻ ഹക്കായി വാക്കുകൾ പറഞ്ഞു, നിങ്ങൾ എന്നെ വിമർശിച്ചു. കുറച്ച് കാലം നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവും, കുറച്ച് കാലം. ഈ ആഴ്ച ഒരു കണ്ണുകടിയുടെ കാലമാണ്. ഈ ആഴ്ച അടുത്ത ആഴ്ച കൂടി കണ്ണുകടി ഉണ്ടാവും. ആരെ കണ്ണുകടി നടത്തുക? മൂല്യന്മാർ. ഭൂലോകത്തെ മുഴുവൻ നാട്ടിലേക്കും ഹോൾസെയിൽ കയറ്റിവിടാൻ മാത്രം ടണ്ണ് കണക്കിന് കണ്ണുകടിയാണ് മൂല്യന്മാരുടെ കയ്യിലുള്ളത്. അല്ലെങ്കിൽ വഹാബിസത്തിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഒരു മൂല്യരൊന്നും കൂടി തന്നു. ഓൻ പിരാന്തനാന്ന് പറഞ്ഞു. ഓൻ പിരാന്തൻ. അപ്പോൾ വലിയ പിരാന്തൻ ദീനദയാലും പോലത്തെ മഹാന്മാരുണ്ട്. ഒരു കല് വലിയ പിരാന്തൻ പറഞ്ഞു. ഞാൻ ഒരാൾ കിതാബോക്കി പറഞ്ഞു. ആ കിതാബ് നിങ്ങളെ മുന്നിലുണ്ട്. പിന്നെന്താ നിങ്ങൾ പറയാത്തത്? എന്താ പറയത്തെ? നിങ്ങൾ അള്ളാഹിനോട് പറഞ്ഞാൽ എന്താ പറയത്ത്? നിങ്ങൾ പറയൂല, പറയുന്നതിന് നിങ്ങൾ കണ്ണുകടി നടത്തും. അതിന് നടക്കൂല. അപ്പം നിങ്ങൾ അള്ളാഹിൻ്റെ ലിസ്റ്റ് നിങ്ങൾ പോവും. ഉറപ്പ്, ഞാൻ അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ ജീവിക്കണില്ല. ഒന്നുമില്ല. എനിക്ക് അള്ളാഹു അല്ലാത്ത ലക്ഷ്യമില്ല. അള്ളാഹു അല്ലാത്ത അള്ളാഹുവിനെതിരായ ഏതാളെ ഞാൻ ഒഴിവാക്കും. ആരും ഒഴിവാക്കും. ഏത് നേതാവിനെ ഒഴിവാക്കും. പല നേതാക്കന്മാരെയും ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അവരുടെ കൂടെ അള്ളാഹ് എന്ന് മനസ്സിലായപ്പോൾ ഞാൻ അവരെ ഒഴിവാക്കി. ഇന്ന് വരെ ഞാൻ പറഞ്ഞിട്ടില്ല അയാളെ കൂടെ അള്ളാഹു ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരപ്പം ഞാനില്ല. എന്തുകൊണ്ട്? എനിക്ക് എൻ്റെ പരലോകം രക്ഷപ്പെടുത്തലേ ആഗ്രഹമുള്ളൂ. നിങ്ങളെ രക്ഷപ്പെടുത്തൽ എൻ്റെ ആഗ്രഹമല്ല. നിങ്ങൾ സ്വർഗത്തിൽ പോയി നരകത്തിൽ പോയി എനിക്കെന്താ? എനിക്ക് ഞാൻ പോകണമെന്നല്ലേ ഉള്ളൂ. ഞാനെവിടെ പോയാലും നിങ്ങൾ സ്വർഗത്തിൽ പോകണം, അങ്ങനെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട്. ഞാൻ നാട്ടിലൊക്കെ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഒരുപാട് വയറിഞ്ഞിട്ടുണ്ട്. അപ്പോഴൊന്നും എൻ്റെ സ്വർഗത്തിനെ പറ്റി ആലോചിച്ചില്ല. പിന്നെ ഞാൻ മനസ്സിലാക്കി ഞാൻ നരകത്തിൻ്റെ മാർഗത്തിലാണ്. അപ്പം ഞാൻ അവിടെ ഒഴിവായി. പിന്നെ ഞാൻ പൊതുവയറുകൾ നിർത്തി. എൻ്റെ ചിലവിലുള്ള വയറ എനിക്കതിന് കല്ലേറും കൊള്ളും. 22 വഹാബി പ്രസംഗം നടത്തിയിട്ട് 2
ഒരു 50 റുപ്യ ഞങ്ങൾ പോകുമ്പോൾ ചായ നെയ്യപ്പം കുടിച്ചോളി എന്നിട്ട് ഒരാൾ എനിക്ക് തന്നിട്ടില്ല. ചീത്തയാഴ്ചത്തൊക്കെ കേൾക്കും ചെയ്തു. പിന്നെ അള്ളൂരിയുണ്ട്, അല്ലെങ്കിൽ വഹാബികൾ നല്ലവരുണ്ട്. വഹാബികൾ നല്ലവരായിട്ട് ഞാൻ അവരെ എതിർത്തതാണെങ്കിൽ നരകത്തിൽ ഞാൻ ഒറ്റക്കല്ല, കണ്ണിയത്തുണ്ടാവും, ശംസുലിമി ഉണ്ടാവും, അപ്പോൾ വലിയ വലിയ ആളുകളുണ്ടാവും. അപ്പം എനിക്ക് പ്രശ്നമില്ല. കണ്ണിയത്തിൻ്റെ ഇപ്പം നരകത്തിൽ കിടക്കുന്ന സുഖമാണല്ലോ. സിയമരിയൊന്നുണ്ടോ? വഹാബികൾ കാഫറുകൾ എന്നാണ് പറഞ്ഞിരുന്നത്. വഹാബികൾ കാഫറുകൾ എന്നാണ് സിയം പറഞ്ഞിരുന്നത്. ഈ ഫറൂഖ് ഖാനൊരു കാക്കണ്ടായിരുന്നു, സിഎമ്മിൻ്റെ ഖാദിമായിരുന്നു. കോഴിക്കോട് ക്ലാസ് നടത്തിയിരുന്ന കാലത്ത് പലവട്ടം എന്നോട് പറഞ്ഞിട്ടുണ്ട്, കിടക്കണോടത്ത് നിങ്ങൾ എണീറ്റു. ക്രിസ്ത്യാനികൾക്കും ഹിന്ദുക്കൾക്കും തൗബയുണ്ട്, വഹാബികൾക്ക് തൗബയില്ല കേട്ടോ എന്ന് ഞങ്ങളോട് പറഞ്ഞു സിഎമ്മിന്. സിഎം അള്ളാഹുവിൻ്റെ ഖാലിസായ വലിയെന്ന എനിക്കുറപ്പാണ്. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഇല്ല? ഞാൻ ചോറിന് പോകാറില്ല. നിങ്ങൾ ചോറ് തിന്നും, വിശ്വാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ചോറിന് പോകില്ല, വിശ്വാസമുണ്ട്. അപ്പം നമ്മൾ വഹാബികൾക്കെതിരെ പ്രസംഗിച്ചത് കൊണ്ട് ഞാൻ നരകത്ത് പോകുകയാണെങ്കിൽ ആ നരകത്ത് സുഖ നരകമാണ്. അതിൽ പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉണ്ടാവും, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഉണ്ടാവും, സമസ്തൻ്റെ RC ഓണർ, കണ്യത്തുണ്ടാവും, ശംസുലിം ഉണ്ടാവും. അവരൊക്കെ കൂട്ടത്തിൽ നരകത്ത് കിടക്കലൊരു സുഖമല്ലേ? പറയും മനുഷ്യന്മാരെ, നിങ്ങൾ സ്വർഗത്ത് കിടന്നോളി, ഞങ്ങൾ കുറച്ച് ആളുകൾ നരകത്ത് കിടക്കുക. അയ്യേ, പോത്തിൻ്റെ അത്ര തലയെ കെട്ടി, പോത്തിൻ്റെ കൊമ്പിൻ്റെ അത്രയും തലയെ കെട്ടി നടന്നിട്ടാണ് ഈ വർത്തമാനം പറയുന്നത്. ഇനിയിപ്പോൾ 2-3 ആഴ്ച കുത്തിത്തിരിപ്പ് തന്നെ ഇരിക്കും, ഭയങ്കര കുത്തിത്തിരിപ്പ്. മൂല്യന്മാർ ഒന്നോട്ട് ചെയ്യൂല, ചെയ്യാനോട് വയ്ക്കില്ല. എല്ലാ മൂല്യരും നീ പറഞ്ഞ അർത്ഥമില്ല. ചെയ്യുന്നവർ ഈ ദുനിയ ഒന്നും ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഒരാളുണ്ടാക്കി പിന്നെ ഞങ്ങൾ ആൾക്കെന്തിനെ പിടിക്കുന്നത്? എനിക്ക് ഈ ലോകത്ത് ഒന്നും ആവശ്യമില്ല. ഈ ലോകത്ത് ഒന്നും ആവശ്യമില്ല. പൈസ ആവശ്യമില്ല, ഒന്നും ആവശ്യമില്ല. പണ്ടതൊക്കെ ആവശ്യമുണ്ട്, ഇപ്പോൾ ഒന്നും ആവശ്യമില്ല. എനിക്ക് നിങ്ങളല്ലാത്ത ഉണ്ടി പൈസ വരുന്നുണ്ട്, നിങ്ങളാരും കാണാതെ എനിക്ക് ഉണ്ടി പൈസ വരുന്നുണ്ട്. ഉണ്ടി പൈസ വരുന്ന ആൾക്ക് നിങ്ങൾ ആവശ്യമില്ല. ഉണ്ടി പൈസ എനിക്ക് വരുന്നത്, അടി കൂടി വരുന്ന പൈസ. ഇനി അതുകൊണ്ട് എൻ്റെ പേര് നിങ്ങൾ ഇൻഫർമേഷൻ മറ്റെന്താ പറയുക, ഇൻ്റലിജൻസ് കൊടുത്താണ്ട് ഞാൻ പിടിപ്പിക്കാൻ നോക്കാളി. നിങ്ങൾക്ക് അവസാനം ചെയ്യാനുള്ള കാര്യം അതാണ്.